Hi, hello. Welcome to iPlus Training Solutions UGC Net Coaching. So, UGC Net ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള യൂണിറ്റ് 9ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ രണ്ട് വീഡിയോസ് ഈ ഒരു യൂണിറ്റ് 9ന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ തേർഡ് പാർട്ട് ഓഫ് ദി സീരീസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. Arrange the following in the ascending correct chronological order of their establishment എന്നുള്ളത്. സോ താഴെ തന്നിരിക്കുന്ന ഇവ എന്ത് ചെയ്യണം, ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മളൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ അല്ലെ. അതിൽ എന്തൊക്കെ ഉണ്ട്? മാക്ഡൊണാൾഡ് കമ്മീഷൻ ഉണ്ട്, ക്യാമ്പൽ കമ്മീഷൻ, ലയാൾ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ, സ്ട്രാച്ചി കമ്മീഷൻ. സോ ഒരു ഡിസംബർ 2023 എനിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് കാണുമ്പം എന്താണ് ഒട്ടുമിക്ക പേർക്കും പിടികിട്ടിയിട്ടുണ്ട്. എന്താണ് മെജോറിറ്റി, ഭൂരിപക്ഷം എന്താണ്? നമ്മുടെ ഫെമൈൻ റിലേറ്റഡ് കമ്മീഷൻസ് ആണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ സീരീസ് ഓഫ് ഫെമൈൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു ഫെമൈനെ നേരിടാൻ വേണ്ടിയിട്ട് ഓരോരോ നമ്മുടെ വൈസ്രോയിമാരും അവരുടെ കാലഘട്ടത്തിൽ ഓരോരോ കമ്മീഷൻസിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ കമ്മീഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്: ക്യാമ്പൽ, മാക്ഡൊണാൾഡ്, ലയാൾ, ഹണ്ടർ, സ്ട്രാച്ചി എന്നുള്ളത്. സോ ഇതിനെ എന്ത് ചെയ്യണം? ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ഒരു കറക്റ്റ് ഓപ്ഷൻസ് ഇവിടെ എടുക്കണം. ABCDE ആണോ, CEDBA, BEDCA, DABCE? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, BEDCA എന്നുള്ളതാണ്. സോ നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് ഓർഡർ നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം വരിക ക്യാമ്പൽ കമ്മീഷൻ ആണ്. ക്യാമ്പൽ കമ്മീഷൻ 1866 ജോൺ ലോറൻസിന്റെ കാലഘട്ടത്തിലാണ് ക്യാമ്പൽ കമ്മീഷൻ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്ട്രാച്ചി കമ്മീഷൻ ആണ്. 1880 ലോർഡ് ലിറ്റൺ വൈസ്രോയി ആയിരിക്കുന്ന സമയത്താണ് സ്ട്രാച്ചി കമ്മീഷൻ എന്നുള്ള ഫെമൈൻ കമ്മീഷൻ വരുന്നത്. സോ ഇത് രണ്ടും എന്താണ്? ആ ഒരു കാലഘട്ടത്തിലെ ഫെമൈനെ നേരിടാൻ വേണ്ടി വന്ന കമ്മീഷൻ ആണ്. നെക്സ്റ്റ് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നത് ഹണ്ടർ കമ്മീഷൻ ആണ്. ഹണ്ടർ കമ്മീഷൻ നമ്മൾ ഓൾറെഡി എഡ്യൂക്കേഷൻ റിലേറ്റഡ് കമ്മീഷൻസ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞ ഒരു കമ്മീഷൻ ആയിരുന്നു ഹണ്ടർ കമ്മീഷൻ എന്നുള്ളത്. 1882 ലോർഡ് റിപ്പൺ വൈസ്രോയി ആയിരിക്കുന്ന സമയത്ത് വരുന്ന ഒരു എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് ഹണ്ടർ കമ്മീഷൻ. ഓക്കെ, നെക്സ്റ്റ് ലയാൾ കമ്മീഷൻ ആണ്. 1897 ലോർഡ് എൽജിൻ സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്? ലയാൾ കമ്മീഷൻ വരുന്നത്. പിന്നെ മാക്ഡൊണാൾഡ് കമ്മീഷൻ ആണ്. 1900 ലോർഡ് കേഴ്സൺ വൈസ്രോയി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കമ്മീഷനാണ് എന്ത്? നമ്മുടെ മാക്ഡൊണാൾഡ് കമ്മീഷൻ എന്നുള്ളത്. ഇതും എന്താണ്? ഫെമൈൻ റിലേറ്റഡ് കമ്മീഷൻ ആണ്. ഇതിൽ ഹണ്ടർ കമ്മീഷൻ മാത്രമേ എന്തുള്ളൂ? എഡ്യൂക്കേഷൻ റിലേറ്റഡ് കമ്മീഷൻസ് ഉള്ളൂ. സോ അതിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ്. ലെറ്റ്സ് ലുക്ക് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: Who founded the Swadeshi Bandhav Samiti? Swadeshi Bandhav Samiti at Barisal during the Swadeshi movement. ഇപ്പൊ സ്വദേശി മൂവ്മെന്റിന്റെ സമയത്ത് സ്വദേശി ബന്ധവ് സമിതി നമ്മൾ ഒരുപാട് സമിതീസ് വരുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ സ്വദേശി ബന്ധവ് സമിതി എന്നുള്ള സമിതി ആരാണ് ഫൗണ്ട് ചെയ്തത് എന്നാണ് ചോദ്യം. സോ ആ ഫൗണ്ട് ചെയ്ത ഒരു ലൊക്കേഷൻ നിങ്ങൾ അവിടെ കാണുന്നുണ്ടല്ലോ. ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇനി എനിക്ക് ചോദിക്കാൻ പോകുന്നത് സ്വദേശി ബന്ധവ് സമിതി ഈസ് ഫൗണ്ടഡ് അറ്റ്. ആ രീതിയിൽ എന്ത് ചെയ്യാം? മേ ബി ചോദിക്കാം. ഇത് ഫൗണ്ട് ചെയ്ത ആള് പേര് കൊടുത്തിട്ട് ഇന്നയാള് സ്വദേശി ബന്ധവ് സമിതി എവിടെയാണ് ഫൗണ്ട് ചെയ്തത് എന്ന്. സോ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസിന്റെ സ്ഥലങ്ങൾ ഈ റിവേഴ്സ് ഓർഡറിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ട്രെൻഡ് നമുക്ക് റീസെന്റ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ എ മോട്ടിലാൽ ഘോഷ്, ഓപ്ഷൻ ബി നീലരത്ന സർക്കാർ, ഓപ്ഷൻ സി അശ്വിനി കുമാർ ദത്ത ആൻഡ് ഓപ്ഷൻ ഡി കൃഷ്ണകുമാർ മിത്ര. അതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി ആണല്ലേ. അശ്വിനി കുമാർ ദത്തയാണ് സ്വദേശി മൂവ്മെന്റിന്റെ സമയത്ത് സ്വദേശി ബന്ധവ് സമിതി എന്ന് പറയുന്ന ഒരു സമിതി ബാരിസാല തുടക്കം കുറിക്കുന്നത്. സോ അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. സ്വദേശി മൂവ്മെന്റ് എന്നുള്ള യൂണിറ്റ് 9 അണ്ടറിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ഫാക്ടുകൾ ഉണ്ട്. ഇമ്പോർട്ടന്റ് പേരുകൾ, ഇമ്പോർട്ടന്റ് സമിതീസിന്റെ പേരുകൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ. പിന്നെ ഈ ഒരു സ്വദേശി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്വദേശി മൂവ്മെന്റ് എന്നുള്ളത് എന്താണ്? എല്ലാ ആസ്പെക്റ്റുകളിലും ഇന്ത്യൻ സാധനങ്ങളെ എന്താ പറയാ
പോർട്രേ ചെയ്ത് കാണിക്കാതെ കൾച്ചറലായാലും എക്കണോമിക്കലായാലും സോഷ്യലായാലും ഒക്കെ. സോ അങ്ങനെ ഒരുപാട് കൾച്ചറൽ ഈവൻറ്റ്സ് ബുക്കുകളും ആർട്ടുകളൊക്കെ വരുന്നുണ്ട്. സോ ഇതിനെ പറ്റിയൊക്കെ ഒരു ബേസിക് ഫാക്ട്സ് നമ്മൾ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അതിൽ ആദ്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഡിസംബർ 1903 1903 ഡിസംബറിലാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാൻ? ബംഗാളിനെ ഡിവൈഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബംഗാളിനെ പാർട്ടീഷൻ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്ന് പബ്ലിക്കലി പുറത്തു വരുന്നത് എപ്പോഴാണ്? ഡിസംബർ 1903 സോ എന്താണ് ഈ പ്ലാൻ? ഈ ഐഡിയ എന്നുള്ളത് ബംഗാളിനെ 2 പ്രോവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ബംഗാൾ ആൻഡ് ഈസ്റ്റേൺ ബംഗാൾ. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ഫാക്ട്. ഒരിക്കലും എന്തല്ല, the British idea was divided into Bengal into 2 provinces, namely Western Bengal and Eastern Bengal എന്നൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടത് തെറ്റാണ്. കാരണം ബ്രിട്ടീഷുകാർ അതിനെ വിളിച്ചൊരു പേര് ബംഗാളും ഈസ്റ്റേൺ ബംഗാളാണ്. ഓക്കെ, ഇത് കറക്റ്റ് തന്നെയാണ്. ബംഗാളിന്റെ ഈസ്റ്റേൺ സൈഡും ബംഗാളിന്റെ വെസ്റ്റേൺ സൈഡും എന്ന രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും വെസ്റ്റേൺ പാർട്ടിനെ അവർ ബംഗാൾ എന്നും ഈസ്റ്റേൺ പാർട്ടിനെയാണ് ഈസ്റ്റേൺ ബംഗാൾ എന്ന് വിളിച്ചിട്ടുള്ളത്. ആ പ്രൊവിൻസസിന് പേര് കൊടുത്തതിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ഇത് NTA അല്ല, മറ്റൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈ ഒരു ചോദ്യം എല്ലാവരും കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് ബംഗാളിനെ 2 പ്രോവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്താണ് പേര് കൊടുത്തിട്ടുള്ളത് പ്രോവിൻസിന്? ബംഗാൾ എന്നും ഈസ്റ്റേൺ ബംഗാൾ എന്നുമാണ്. അതിൽ ബംഗാൾ എന്ന് പറയപ്പെടുന്ന ആദ്യത്തെ പ്രോവിൻസിൽ ബംഗാളിന്റെ വെസ്റ്റേൺ സൈഡും ബീഹാറും ഒറീസയും കൂടി ചേർന്നാണ് ബംഗാൾ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ബംഗാളിന്റെ വെസ്റ്റേൺ സൈഡും ബീഹാർ ഒറീസ പ്രൊവിൻസസുകളും കൂടി ചേർന്നതാണ് ബംഗാൾ എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രൊവിൻസ്. ഈ ബംഗാളിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? ഈ ബംഗാളിന്റെ ക്യാപിറ്റൽ കൽക്കട്ടയായിരുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് പ്രൊവിൻസ് അത് ഈസ്റ്റേൺ ബംഗാൾ എന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. ഇതിലുള്ളത് ബംഗാളിന്റെ ഈസ്റ്റേൺ സൈഡ്, ഈ ഒരു സൈഡ് ബംഗാളിന്റെ ഈസ്റ്റേൺ സൈഡും ഇതിന്റെ കൂടെ ആസാമും കൂടി ചേർന്നാണ് ഈസ്റ്റേൺ ബംഗാൾ എന്നുള്ള പ്രൊവിൻസ്. ഇതിന്റെ ക്യാപിറ്റൽ എന്നുള്ളത് ധാക്കയാണ്. ഓക്കെ, സോ ഇതാണ് 2 തരത്തിൽ. ബംഗാളുണ്ട്, ബംഗാളിന് വെസ്റ്റേൺ സൈഡ് ഓഫ് ബംഗാളും ബീഹാർ ഒറീസ പ്രൊവിൻസസുകളും ഉണ്ട്. ഈസ്റ്റേൺ ബംഗാളുണ്ട്, ഈസ്റ്റേൺ ബംഗാളിന് ബംഗാളിന്റെ ഈസ്റ്റേൺ സൈഡും ആസാമും ഉണ്ട്. അതിന്റെ ക്യാപിറ്റൽ എന്നുള്ളത് ധാക്കയാണ്. ഓക്കെ, ഇനി പക്ഷെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? എന്തിനാണ് ഈ ഒരു പാർട്ടീഷൻ എന്നുള്ള ഒരു കാരണത്തിന് ഗവൺമെന്റ് കൊടുത്ത റീസൺ എന്നുള്ളത് ബംഗാൾ ഭയങ്കര പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോവിൻസസ് ആണ്. സോ ഇത്രയും പോപ്പുലേഷന്റെ ഒരുമിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നടത്താൻ ഈ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽസിന് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അത് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ബംഗാൾ പാർട്ടീഷന് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ന്യായം. പക്ഷെ അത് ഓഫ് കോഴ്സ് എന്തൊരു കാര്യം ഒബ്വിയസ് ആണ്, ബംഗാളിൽ ഒന്ന് പൊളിറ്റിക്കലി വീക്കൻ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു എന്തിന്റെ ലക്ഷ്യം? ഈ ഒരു പാർട്ടീഷന്റെ ലക്ഷ്യം എന്നുള്ളത്. കാരണം നമുക്ക് അറിയാം, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് തുടങ്ങി, ഇന്ത്യയുടെ ഒരു ദേശീയ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമൊക്കെ ഇന്ത്യയിൽ രൂപപ്പെട്ട് വരുന്നതിന് മുമ്പേ ബംഗാളായിരുന്നു ഇന്ത്യയുടെ ഒരു നെർവ് സെന്റർ എന്ന് പറയുന്നത്. അവര് മൈൽ സ്റ്റോൺ ഈവന്റ്സും മൂവ്മെന്റിന്റെ ഒക്കെ തുടക്കം കുറിക്കുന്നത് അധികവും ബംഗാളിൽ നിന്നാണ്. ഇന്ത്യക്ക് ഒരുപാട് നാഷണലിസ്റ്റുകളെയും ഒരുപാട് ഒരു കോൺട്രിബ്യൂഷൻസ് ഒക്കെ തന്നൊരു പ്രൊവിൻസ് ആണ് ബംഗാൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബംഗാളിനെ വീക്കൻ ചെയ്തുകൊണ്ട് മാത്രമേ ഇന്ത്യക്കെതിരെയുള്ള ആ ഒരു പിടിച്ചു നിൽപ്പ് ബ്രിട്ടീഷുകാർക്ക് എളുപ്പമാവുകയുള്ളൂ എന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ ആർക്ക് ഉണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു കമ്മ്യൂണൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ലൈൻസിലുള്ള ഈ ഒരു ഡിവിഷൻ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കമ്മ്യൂണൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഈസ്റ്റേൺ ബംഗാൾ മുസ്ലിം മെജോറിറ്റി പ്രൊവിൻസസ് ആക്കിയിട്ടും വെസ്റ്റേൺ ബംഗാൾ ഹിന്ദു മെജോറിറ്റി പ്രൊവിൻസസ് ആക്കിയിട്ടും ഒക്കെ അവർ തരംതിരിക്കൽ അതിന്റെ അകത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഗവൺമെന്റ് പാർട്ടീഷൻ അനൗൺസ് ചെയ്യുന്നത് എപ്പോഴാണ്? ജൂലൈ 1905 അനൗൺസ്മെന്റ് ഓഫ് പാർട്ടീഷൻ ജൂലൈ 1905 നടന്നിട്ടുള്ളത്. ഓക്കെ, സോ എന്ത് ചെയ്തു? ഇന്ത്യക്കാർ അന്ന് ബംഗാളിലെ എല്ലാ സ്മോൾ ടൗൺസിനൊക്കെ പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സും പ്രതിഷേധ സമരങ്ങളും യോഗങ്ങളൊക്കെ അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മീറ്റിംഗ് പ്രതിഷേധ സൂചകമായിട്ട് ഇവർ നടത്തിയ മീറ്റിംഗിലായിരുന്നു എന്തിനുള്ള തീരുമാനം എടുത്തത്? പാർട്ടീഷൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ബഹിഷ്കരിക്കും അല്ലെങ്കിൽ ഫോറിൻ ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്യും എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഓഗസ്റ്റ് 7, 1705 കൽക്കട്ട ടൗൺ ഹാളിൽ വെച്ചിട്ട് പാസേജ് അല്ലെങ്കിൽ ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുള്ളത്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ എത്ര ഡേറ്റ് പറഞ്ഞു? ഡിസംബർ 1903 ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയണത്. ജൂലൈ 1905 ഈ ഒരു അനൗൺസ്മെന്റ് ഓഫ് പാർട്ടീഷൻ നടന്നു. തൊട്ടടുത്ത മാസം ഓഗസ്റ്റ് 1905 ഓഗസ്റ്റ് 7 കൽക്കട്ട ടൗൺ ഹാളിൽ വെച്ചിട്ട് ഇന്ത്യക്കാർ ഒത്തുചേർന്നു. അവരെന്ത് ചെയ്തു? ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ പാസ് ചെയ്തു. എന്താണ് ഈ ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ? ഫോറിൻ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യണം?
ബോയ്ക്കോട്ട് ചെയ്യണം, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണം എന്നുള്ള രീതിയിൽ. സോ ഫോർമൽ ഈ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് സ്വദേശി മൂവ്മെന്റിന്റെ ഒരു പ്രൊക്ലമേഷൻ നടന്നു. അങ്ങനെ എപ്പോഴാണ് പാർട്ടീഷൻ നിലവിൽ വന്നത്? ഇതുവരെ നിലവിൽ വന്നില്ല കേട്ടോ, ഇനി അനൗൺസ്മെന്റ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. October 16, 1905 പാർട്ടീഷൻ ഫൈനലി നിലവിൽ വരുന്നത്. October 16, 1905 പാർട്ടീഷൻ ഫൈനലി നിലവിൽ വരുന്നത്. സോ ഈ ഒരു മൂവ്മെന്റിനെ ആ ഒരു സമയത്ത് ആൾക്കാർ എങ്ങനെ നോക്കിക്കണ്ടു എന്ന് വെച്ചാൽ, ഓറോബിന്ദോ ഘോഷിന്റെ ഒരു ഫേമസ് കോട്ട് വരുന്നത് ഈ ഒരു കാലത്തിലാണ്, പൊളിറ്റിക്കൽ ഫ്രീഡം ഇസ് ദ ലിബറേഷൻ ഓഫ് എ നാഷൻ എന്നുള്ളത്. സോ അതിൽ മോഡറേറ്റ്സിന്റെ ഭാഗത്തുനിന്നും എക്സ്ട്രീമിസ്റ്റിന്റെ ഭാഗത്തുനിന്നും സമരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മോഡറേറ്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള സമരം എന്നുള്ളത് മോഡറേറ്റ്സ് ആണ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തറിയാം, ഒരു സമാധാനപരമായിട്ടുള്ള എന്താണ് പെറ്റീഷനും പ്രയറും അതൊക്കെ വെച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സമര രീതി ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. പക്ഷെ എക്സ്ട്രീമിസ്റ്റുകൾ എന്ത് ചെയ്തു? എക്സ്ട്രീമിസ്റ്റുകൾ ഒന്നുകൂടി ആ ഒരു സമരത്തെ മറ്റൊരു തലത്തിലേക്ക് ചെന്നെത്തിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ഫോറിൻ ഗുഡ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ബോയ്ക്കോട്ട് ചെയ്തു. ഫോറിൻ ക്ലോത്ത് പബ്ലിക് ആയിട്ട് ബേൺ ചെയ്തു തുടങ്ങി. ഈ ഒരു കാലഘട്ടത്തിലാണ് സമിതീസ് വരുന്നത്. സ്വദേശികൾ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് മഹിളാ സമിതീസ് ഉണ്ടായിരുന്നു, മഹിളകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സമിതീസ് വരുന്നുണ്ടായി. അതിൽ ഒന്നാമത്തെ സമിതിയാണ്, അല്ലെങ്കിൽ ഒന്നാമത്തേന്നല്ല, ഒരു ഫേമസ് സമിതിയാണ് സ്വദേശി ബന്ധവ് സമിതി എന്ന് പറയപ്പെടുന്ന സമിതി. ഈ സ്വദേശി ബന്ധവ് സമിതി ആരാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? അശ്വിനി കുമാർ ദത്തയാണ് സ്വദേശി ബന്ധവ് സമിതിയുടെ ഫൗണ്ടർ എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സ്വദേശ സംഘം എന്നുള്ള ഒരു ഓർഗനൈസേഷൻ വരുന്നുണ്ട്. സ്വദേശ സംഘം ആരുടേതാണ്? VO ചിദംബരം പിള്ളൈ, സുബ്രഹ്മണ്യ ശിവൻ തമിഴ്നാട് ബേസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് സ്വദേശ സംഘം എന്നുള്ളത്. ഓക്കെ, ഇനി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയും ഈ ഒരു സമയത്താണ് വരുന്നത്. കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ എല്ലാ തരത്തിലുള്ള എക്കണോമിക് ഗുഡ്സും നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുമ്പോൾ ഒരു ബദൽ ഇന്ത്യക്കാർക്ക് വേണം അല്ലെ? അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഒട്ടുമിക്ക എന്താണ് ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് കമ്പനീസ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസും എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. കാരണം റീപ്ലേസ് ചെയ്യപ്പെടണം. ബ്രിട്ടീഷ് സാധനങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് ബഹിഷ്കരിച്ചാൽ പോരാ, അതിനൊരു ബദൽ സമ്പ്രദായം ഇന്ത്യക്കാർ കാണണം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കമ്പനികളും ഒരുപാട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസും നാഷണൽ കോളേജുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കാലഘട്ടത്തിൽ വരുന്നുണ്ട്. അങ്ങനെ വരുന്നതാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി അറ്റ് ട്യൂട്ടിക്കോറിൻ. ഇതിന്റെ ആരുടേതാണ്? ഇതും VO ചിദംബരം പിള്ളയുടേതാണ്. VO ചിദംബരം പിള്ളയുടെ പേര് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയാണ്? സ്വദേശി സംഘത്തിന്റെ ഫൗണ്ടർ ആണ് VO ചിദംബരം പിള്ളൈ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു കാലഘട്ടത്തിൽ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിൽ ഒന്നുകൂടി എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തിലകിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായി? ശിവജി ആൻഡ് ഗണപതി ഫെസ്റ്റിവൽസ് പോലെയുള്ള ഫെസ്റ്റിവൽസ് കണ്ടക്ട് ചെയ്തു തുടങ്ങി. ഒരു സമയത്താണ് ബംഗാൾ നാഷണൽ കോളേജ് വരുന്നത്. ബംഗാൾ നാഷണൽ കോളേജ് ആരായിരുന്നു അതിന്റെ പ്രിൻസിപ്പൽ? ഓറോബിന്ദോ ഘോഷ് ആയിരുന്നു അതിന്റെ പ്രിൻസിപ്പൽ എന്നുള്ളത്. August 15, 1906 നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ സെറ്റപ്പ് ചെയ്തു. സോ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ സെറ്റപ്പ് ചെയ്യപ്പെടുന്നത്. എങ്കിൽ മാത്രമേ ഗവൺമെന്റ് കോളേജുകൾ ഇവർക്ക് അബോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെന്ത് വേണം? നാഷണൽ കോളേജസ് വേണം. ഈ നാഷണൽ കോളേജ് സെറ്റപ്പ് ചെയ്തു. ഇതിനെന്ത് വേണം? ഈ ഒരു നാഷണൽ കോളേജസിലേക്ക് എഡ്യൂക്കേഷൻസ് ഒക്കെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ ഒരു നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ വേണം. അതിന് August 15, 1906 നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ സെറ്റപ്പ് ചെയ്തു. ബംഗാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വരുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. ആൻഡ് സ്വദേശി മൂവ്മെന്റിന്റെ ഇമ്പാക്ട് എവിടെയും ഉണ്ടായിട്ടുണ്ടായിരുന്നു? കൾച്ചറൽ സ്ഫിയറിലും സ്വദേശി മൂവ്മെന്റിന്റെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. സ്വദേശി മൂവ്മെന്റ്സ് ഇമ്പാക്ട് ഈസ് ഓൾസോ റിഫ്ലക്റ്റഡ് കൾച്ചറൽ സ്ഫിയറിലും സ്വദേശി മൂവ്മെന്റിന്റെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമതാണ് സുബ്രഹ്മണ്യ ഭാരതി എഴുതിയിട്ടുള്ള സ്വദേശ ഗീതം എന്നുള്ളത്. സുബ്രഹ്മണ്യ ഭാരതി റോഡ്സ് സ്വദേശ ഗീതം. 1907 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്ട്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്ട് ഫൗണ്ട് ചെയ്യപ്പെടുന്നു 1907. ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? ഡേറ്റ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇതുവരെ ചോദിച്ചിട്ട് കണ്ടില്ല, പക്ഷെ എന്താണ് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ഇവന്റ് ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്ടിന്റെ ഫോർമേഷൻ 1907 നിങ്ങൾ ഓർത്തിരിക്കുക. ഇങ്ങനെ ഈ ഒരു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്ട് എന്തിനാണ് വന്നിട്ടുള്ളത്? അതുവരെ എല്ലാ ആർട്ടിലും ആർക്കിടെക്ചറിലൊക്കെ ഒരു ബ്രിട്ടീഷ് ഹെജ്മണി ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെയിന്റിങ്ങിലായാലും കൺസ്ട്രക്ഷനിലായാലൊക്കെ ഇതിനൊക്കെ തകർത്തിട്ട് നമ്മുടെ ഇന്ത്യക്കാരുടെ ആ ഒരു ട്രഡീഷണൽ ആർട്ടിലേക്കും ആർക്കിടെക്ചറിലേക്കൊക്കെ ഒരു മടങ്ങി വരും അവിടെ ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഒരു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്ടിന്റെ ഭാഗമായിട്ട് അന്നത്തെ ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനെ സ്കോളർഷിപ്പ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പിന് അർഹനായ അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ റെസിപ്പിയന്റ് എന്ന് പറയുന്നത് നന്ദലാൽ ബോസ് ആണ്.
ഓക്കെ, നന്ദലാൽ ബോസ് ആണ്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് സ്ട്രീറ്റ് പ്ലേസും ഫോക്ക് സോങ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഒട്ടുമിക്ക സ്ട്രീറ്റ് പ്ലേസും ഫോക്ക് സോങ്സും ഉണ്ടായത് ദേശർ കഥ എന്ന് പറയുന്ന ഒരു നാടകത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ആരുടേതാണ്? സഖാരാം ഗണേഷ് ദേസ്കറിന്റെ ദേശർ കഥ എന്ന് പറയപ്പെടുന്ന ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരുപാട് സ്ട്രീറ്റ് പ്ലേസും ഫോക്ക് സോങ്സും ഒക്കെ ഉണ്ടായിരുന്നത്. 1904 ഈ ബുക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ദേശർ കഥ എന്നുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തത് ആരാണോ? അത് സഖാരാം ഗണേഷ് ദേശ്കർ. ഓക്കെ. Okay, next question. Who delivered the presidential address at Cow Protection Conference in December 1924? 1924 നടന്ന കൗ പ്രൊട്ടക്ഷൻ കോൺഫറൻസിൽ ആരായിരുന്നു അധ്യക്ഷ സ്ഥാനം, ആ ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ് വഹിച്ചിരുന്ന ആള് എന്നുള്ളത്? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ സി പണ്ഡിറ്റ് മദൻ മോഹൻ മാളവീയ, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. കൗ പ്രൊട്ടക്ഷൻ കോൺഫറൻസ്, ഇദ്ദേഹം 1924 കൗ പ്രൊട്ടക്ഷൻ കോൺഫറൻസിൽ ഒരു വലിയൊരു സ്പീച്ച് ഒക്കെ നടത്തുന്നുണ്ട്. ആ സ്പീച്ചിന്റെ ഒരു സോഫ്റ്റ് കോപ്പി ഇപ്പോഴും നമ്മുടെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്, അതിന്റെ ഒരു റിട്ടൺ വേർഷൻ എന്നുള്ളത്. ആരായിരുന്നു? ഇതിനൊരു ക്ലൂ കൂടി ഞാൻ തരാം. ഇതെന്നുള്ളത് 1924 കോൺഗ്രസ് സെഷൻ പ്രിസൈഡ് ചെയ്തിട്ടുള്ളതും സെയിം വ്യക്തിയാണ്. ഇദ്ദേഹം തന്നെയാണ് കോൺഗ്രസ് സെഷൻ പ്രിസൈഡ് ചെയ്തിട്ടുള്ളതും ഇദ്ദേഹം തന്നെയാണ് അന്നത്തെ കൗ പ്രൊട്ടക്ഷൻ കോൺഫറൻസ് പ്രിസൈഡ് ചെയ്തതും. കിട്ടിയല്ലോ? യാ, മഹാത്മാഗാന്ധിയാണ് അല്ലെ. മഹാത്മാഗാന്ധി പ്രിസൈഡ് ചെയ്തിട്ടുള്ള ഒരേ ഒരു കോൺഗ്രസ് സെഷനേ ഉള്ളൂ 1924 ബെൽഗാം കോൺഗ്രസ് സെഷൻ എന്നുള്ളത്. പക്ഷെ ആ വർഷം ഈ ഒരു കൗ പ്രൊട്ടക്ഷൻ കോൺഫറൻസ് പ്രിസൈഡ് ചെയ്ത് സംസാരിച്ചതും മഹാത്മാഗാന്ധി തന്നെയാണ്. സോ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ്, മഹാത്മാഗാന്ധി. ഗാന്ധിയാണ് നമ്മൾ പറഞ്ഞത്. ഗാന്ധിയെ പറ്റി അല്ലെങ്കിൽ കുറച്ച് ഫാക്ട്സുകളൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. നമ്മൾ സവർക്കറിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഗാന്ധിയെ പറ്റിയും ഉള്ള ഫാക്ടുകൾ. Next question. Which out of the following are correct about Panchasheel? So Panchasheel എന്ന് പറയപ്പെടുന്ന നമുക്കറിയാലോ ഇന്ത്യയുടെ ഒരു 5 ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള ഒരു 5 നയങ്ങളുണ്ട്. ഇതിൽ പെടുന്നതും പെടാത്തതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിറ്റോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി. ഇത് പഞ്ചശീലിന്റെ ഭാഗമാണോ അല്ലയോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. നോൺ അഗ്രഷൻ, non-interference in each other's internal affairs, equality and mutual benefit, peaceful coexistence. എന്താണ് പഞ്ചശീൽ എന്നുള്ളത്? ഒരു വിദേശ രാജ്യമായിട്ടുള്ള ഒരു നയ ആയതുകൊണ്ട് തന്നെ എന്താണ് അവിടെ പറയണത്? മറ്റൊരു രാജ്യത്തിന്റെ ടെറിറ്റോറിയൽ ഇന്റഗ്രിറ്റിയെയും പരമാധികാരത്തിനെയും റെസ്പെക്ട് ചെയ്യും. അവിടെ നോൺ അഗ്രഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ആഭ്യന്തര കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ ഒരു കൺട്രിയും എന്താണ് ഇന്ത്യ ഇടപെടൂല. പിന്നെ ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ്, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. ഈ 4 പോളിസീസ് തന്നെയാണോ പഞ്ചശീലുള്ളത്? അല്ല, ഇതില്ലാത്തതുണ്ടോ ഇതിലുള്ളതുണ്ടോ എന്നൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, എ ബി സി ഇ ഉള്ളി പറയുന്നത് ഇത് 4 പഞ്ചശീലിന്റെ ഭാഗമാണെന്നാണ്. എ സി ഡി ഇ ഉള്ളി, എ ബി സി ഡി ആൻഡ് ഇ, എ ബി ആൻഡ് സി. Okay, I will give you 30 seconds. ഇതില് നമ്മൾ പറഞ്ഞ 5 പോയിന്റ്സും എന്താണ് പഞ്ചശീലമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ്, എ ബി സി ഡി. 5 പോയിന്റ് തന്നെയാണ് എന്ത് പഞ്ചശീൽ. പീസ്ഫുൾ കോ എക്സിസ്റ്റന്റ്, നോൺ അഗ്രിഷൻ, ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ്, എന്താണ് ടെറിറ്റോറിയൽ ഇന്റഗ്രിറ്റി, സോവറിനിറ്റി റെസ്പെക്ട് ചെയ്യുക. അതൊക്കെ തന്നെയാണ് എന്തുള്ളത് പഞ്ചശീലിലെ 5 ഫാക്ടുകൾ എന്നുള്ളത്. ഓക്കെ. സോ ഇന്ത്യയുടെ ഫോറിൻ പോളിസി പറയുമ്പോൾ നെഹ്റു ആണ് എന്ത് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി എന്നറിയപ്പെടുന്നത് നെഹ്റു ആണ്. അദ്ദേഹം December 4, 1947 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ സംസാരിക്കുന്നതാണ്. അദ്ദേഹം ഇന്ത്യയുടെ വിദേശ നയങ്ങൾ അല്ലെങ്കിൽ ഫോറിൻ പോളിസി ഈ രീതിയിലായിരിക്കും എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ 2 കീ ടേംസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ 2 മെയിൻ എലമെന്റ്സ് ആണ്. ഒന്ന് പഞ്ചശീലാണ്, മറ്റൊന്നാണ് നാം അല്ലെങ്കിൽ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ 2 ഫൗണ്ടേഷൻസിന് പുറത്താണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി നിലകൊള്ളുന്നത്. ഇനി എന്താണ് പഞ്ചശീൽ എന്നുള്ളത്? പഞ്ചശീൽ എന്നുള്ളത് ഇന്ത്യയും ചൈനയും ആ രീതിയിൽ ചൈനീസ് പ്രൈം മിനിസ്റ്ററും നമ്മുടെ ഇന്ത്യൻ
പ്രൈം മിനിസ്റ്ററും അന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ എത്തിയതാണ് എന്ത് പഞ്ചശീൽ എന്ന് പറയുന്ന ഈ ഒരു പോളിസി. പിന്നീട് ഈ ഒരു പോളിസിയിൽ പറയപ്പെടുന്ന 5 നയങ്ങളും എന്തായി വളരെയധികം പ്രാധാന്യം അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് നേടുകയും UN-ന്റെ ചാർട്ടറിൽ വരെ UN-ന്റെ തീരുമാനത്തിൽ വരെ എന്തെത്തി ഈ പഞ്ചശീൽ നയങ്ങൾ ചെന്നെത്തിയിട്ടുണ്ട്. ഓക്കെ, സോ പഞ്ചശീലിനെ പറ്റി പറയുകയാണെങ്കിൽ ഏപ്രിൽ 29, 1954 1954 ഏപ്രിൽ 29 പഞ്ചശീൽ അല്ലെങ്കിൽ 5 പ്രിൻസിപ്പിൾസ് ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോർമലി എനാൻസിയേറ്റ് ചെയ്യുന്നത്. എവിടുന്നാണ് എനാൻസിയേറ്റ് ചെയ്യുന്നത്? ഇൻ ദ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ഇന്റർകോഴ്സ്, ഇൻ ദ അഗ്രിമെന്റ് ഓഫ് ട്രേഡ് ആൻഡ് ഇന്റർകോഴ്സ് ബിറ്റ്വീൻ ദ ടിബറ്റ് റീജിയൻ ഓഫ് ചൈന ആൻഡ് ഇന്ത്യ. ടിബറ്റ് റീജിയൻ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡിലും ഇന്റർകോഴ്സുകളിൽ തമ്മിലുള്ള ബാക്കി വാണിജ്യേതര ബന്ധങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയിലാണ് ഏപ്രിൽ 29, 1954 ഈ ഒരു പഞ്ചശീൽ എന്ന് പറയപ്പെടുന്ന ഫോറിൻ പോളിസി ഫ്രെയിം ചെയ്യപ്പെടുന്നത്. പിന്നീട് ജൂൺ 1954 ചൈനീസ് പ്രൈം മിനിസ്റ്ററായ സോയ് എൻലായി ഇന്ത്യ വിസിറ്റ് ചെയ്യുകയും അദ്ദേഹം ജവഹർലാൽ നെഹ്റുവും കൂടി ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ എത്തുകയും പഞ്ചശീലിനെ പറ്റിയിട്ടുള്ള അവരുടെ വിഷൻ ഒന്നുകൂടി എന്ത് ചെയ്തു ഇലാബറേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇത് നടക്കുന്നത് ജൂൺ 18, 1954 നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും സോയ് എൻലായും ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് എവിടെ വെച്ചിട്ടാണ് നടപ്പിലാക്കുന്നത്? ഡൽഹിയിൽ വെച്ച് നടപ്പിലാക്കുന്നത്. ഈ ഡൽഹിയിൽ വെച്ച് നടപ്പിലാക്കുന്നതിലാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇലാബറേറ്റഡ് പോളിസി വരുന്നത് അന്നാണ്. സോ അവർ എന്ത് ചെയ്തു? ടു ഗവൺമെന്റ് ഹാഡ് റിസോൾവ് ടു എൻ്റർ ഇൻ ടു ദ അഗ്രിമെന്റ് ഓൺ ദ ബേസ് ഓഫ് 5 പ്രിൻസിപ്പിൾസ്. സോ ട്രേഡും ബാക്കി കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുന്ന കാര്യത്തിലെ ചർച്ചയിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഈ 5 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യും എന്നൊരു ജോയിന്റ് അഗ്രിമെന്റിലേക്ക് നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രീമിയർ ആയിട്ടുള്ള സോയ് എൻലായും എത്തുകയാണ്. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? ഒന്ന്, മ്യൂച്വൽ റെസ്പെക്ട് for each other's territorial integrity and sovereignty. Okay, എന്താണ് മ്യൂച്വൽ? പരസ്പരം ബഹുമാനിക്കും, പരസ്പരം രണ്ടുപേരുടെയും ടെറിറ്റോറിയൽ ഇന്റഗ്രിറ്റിയെയും പരമാധികാരത്തെയൊക്കെ ബഹുമാനിക്കും എന്നുള്ളതാണ് പഞ്ചശീൽ പോളിസിയിലെ ഒന്നാമത്തെ നയം. 2, മ്യൂച്വൽ നോൺ അഗ്രഷൻ ആണ്. മ്യൂച്വൽ നോൺ ഇന്റർഫറൻസ് ഓൺ ഇന്റേണൽ അഫയേഴ്സ്, ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ്, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. സോ ഈ 5 എന്ത് പഞ്ചശീൽ എന്നുള്ളത്. സോ ഈ പഞ്ചശീൽ പോളിസി ഞാൻ പറഞ്ഞു യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലിയുടെ resolution presented by India, Yugoslavia and Sweden, as these nations were actively involved in promoting peaceful coexistence during the Cold War era. So നമ്മുടെ യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലിയുടെ റെസൊല്യൂഷനിൽ ഇന്ത്യയും യുഗോസ്ലാവിയയും സ്വീഡനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പഞ്ചശീൽ പ്രിൻസിപ്പിൾസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ കോൾഡ് വാർ എന്നുള്ളത് നമ്മൾ വേൾഡ് ഹിസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ലോകം 2 അച്ചുതണ്ട അല്ലെങ്കിൽ 2 തണ്ടായി തിരിഞ്ഞതാണ് കോൾഡ് വാർ എന്നുള്ളത്. ഒന്ന് USSR നയിക്കുന്ന സോഷ്യലിസ്റ്റ് വിഭാഗവും, 2 നമ്മുടെ UK അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് ബ്രിട്ടീഷ് ഒക്കെ നയിക്കുന്ന ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പും. ഇവർ തമ്മിൽ എന്തുണ്ട്? ഒരു യുദ്ധം, പ്രത്യക്ഷ ഒരു യുദ്ധം ഇല്ലെങ്കിലും നമ്മുടെ ഇന്റലക്ച്വൽ വാർന്നോ അല്ലെങ്കിൽ ഐഡിയോളജികൾ തമ്മിലൊരു ക്ലാഷ് അവിടെ നടത്തുന്നുണ്ട്. ഈ സമയത്ത് 2 ഗ്രൂപ്പിലും വിഭാഗമാകൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു പഞ്ചശീൽ പോളിസിയെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 2 ഗ്രൂപ്പിലും ഭാഗമാകൂല എന്ന് പറയുന്നത് ഇന്ത്യയുടെ മറ്റൊരു ഫോറിൻ പോളിസി ആയിട്ടുള്ള നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ആണ്, നാമാണ്. ഓക്കെ, next question. Who wrote a thesis titled The Problem of the Rupee for the University of London? സോ താഴെ പറയപ്പെടുന്ന ഏതോ ഒരു വ്യക്തിയുടെ തീസീസിന്റെ ടൈറ്റിലാണ് ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ തീസീസ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ വെച്ചിട്ടാണ്. ആരാണ് ആ വ്യക്തി എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി മുഹമ്മദ് അലി ജിന്ന, ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ സി തേജ് ബഹദൂർ സപ്രു. The problem of the rupee. ആരായിരിക്കും? ഇതൊരു ഇന്റലക്ച്വൽ അല്ലെങ്കിൽ റുപ്പി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ എക്കണോമിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കണം അല്ലെ? സോ ഡോക്ടർ BR അംബേദ്കർ ആണ് ആ ഒരു തീസിസ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ ചോദ്യം ഇതാണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 മാച്ച് ചെയ്യാം. ലിസ്റ്റ് 1 എന്തുണ്ട്? കോൺഗ്രസിന്റെ 4 സെഷൻസ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2 ഓരോ സെഷൻസും ആര് പ്രസൈഡ് ചെയ്തു എന്നും തന്നിട്ടുണ്ട്. സോ നിങ്ങളിത് ഭയങ്കര പഴയമുള്ള ട്രെൻഡിലെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. എന്താണ്? ഡിസംബർ 2023 എനിക്ക് ചോദിച്ച ചോദ്യമാണിത്. ഓക്കെ, സോ ഓപ്ഷനിൽ എന്തൊക്കെയുണ്ട്? ബങ്കിപ്പൂർ കോൺഗ്രസ് സെഷൻ 1912, കൽക്കട്ട കോൺഗ്രസ് സെഷൻ 1906, അഹമ്മദാബാദ് കോൺഗ്രസ് സെഷൻ 1921, കൽക്കട്ട കോൺഗ്രസ് സെഷൻ
1970. ഇത് നിങ്ങൾ കംപ്ലീറ്റ് അറിഞ്ഞിരിക്കേണ്ട. ഓപ്ഷൻസും ഇതേ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ആനി ബെസന്റ് പ്രിസൈഡ് ചെയ്ത സെഷൻ ഏതാണെന്നുള്ളതും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ഒറ്റ ഓർഡറിൽ തന്നെ ഗസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ലിസ്റ്റ് 2-ലുള്ളത് ഹക്കീം അജ്മൽ ഖാൻ, ആനി ബെസന്റ്, രഘുനാഥ് നരസിംഹ മുധോൽക്കർ, ദാദാബായി നവറോജി. അതാണ് ആദ്യമായിട്ട് ഒരു വിമൻ പ്രിസൈഡ് ചെയ്യപ്പെടുന്ന കോൺഗ്രസിന്റെ സെഷൻ എന്നുള്ളത് ഏതാണ്? 1917 കൽക്കട്ട സെഷൻ ആണ് അല്ലെ. സോ നമുക്കത് ആനി ബെസന്റുമായിട്ട് മാച്ച് ചെയ്യും. 1912 ബങ്കിപ്പൂർ കോൺഗ്രസ് സെഷൻ പ്രിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് രഘുനാഥ് നരസിംഹ മുധോൽക്കർ ആണ്. 1906 കൽക്കട്ട കോൺഗ്രസിന്റെ സെഷൻ പ്രിസൈഡ് ചെയ്തിട്ടുള്ളത് ദാദാബായി നവറോജി ആണ്. നമ്മുടെ സ്വദേശി മൂവ്മെന്റിന്റെ ഒക്കെ സമയത്ത് നടക്കുന്ന ഒരു സെഷനാണ്. 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സെഷൻ പ്രിസൈഡ് ചെയ്തിട്ടുള്ളത് ഹക്കീം അജ്മൽ ഖാൻ ആണ്. അന്ന് നമ്മുടെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റും നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സെഷനാണ് അന്നെന്നുള്ളത്. ഓക്കെ, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. A3 B4 C1 D2, A3 B4 C1 D3, A3 B2 C1 D4, A4 B1 C2. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, കോൺഗ്രസിന്റെ പ്രസിഡൻസ്, ഓരോ സെഷന്റെയും പ്രസിഡൻസ് ആരാണെന്നുള്ളത് ഒന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കാം. 1885 കോൺഗ്രസിന്റെ ഒരു ആദ്യത്തെ സെഷൻ അല്ലെങ്കിൽ കോൺഗ്രസ് ഫോം ചെയ്യപ്പെടുന്നത്. അന്ന് ബോംബെയിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് അതിനെ പ്രിസൈഡ് ചെയ്തിട്ടുള്ളത് രമേശ് ചന്ദ്ര ബാനർജിയാണ്, WC ബാനർജിയാണ്. 1886 കൽക്കട്ട സെഷൻ ഓഫ് കോൺഗ്രസ് ദാദാബായി നവറോജിയാണ് പ്രിസൈഡ് ചെയ്യുന്നത്. 1887 മദ്രാസിൽ വെച്ചിട്ടാണ് കോൺഗ്രസിന്റെ സെഷൻ നടക്കുന്നത്. അത് പ്രിസൈഡ് ചെയ്തിട്ടുള്ളത് ബദ്രുദ്ദീൻ തിയാബ്ജിയാണ്. 1888 അലഹബാദ് സെഷൻ ഓഫ് കോൺഗ്രസ് ജോർജ് യുവൽ. 1889 ബോംബെയിലാണ് വില്യം വെഡർബർൺ. 1890 കൽക്കട്ടയിൽ വെച്ചുള്ള സെഷൻ പ്രിസൈഡ് ചെയ്തിട്ടുള്ളത് ഫിറോസ് ഷാ മെഹ്തയാണ്. 1891 നാഗ്പൂർ സെഷൻ ഓഫ് കോൺഗ്രസ് ഫോം ചെയ്തിട്ടുള്ളത് P. ആനന്ദ് ചെറുവാണ്. 1892 വീണ്ടും അലഹബാദ് സെഷൻ ഓഫ് കോൺഗ്രസ് നമ്മുടെ WC ബാനർജി പ്രിസൈഡ് ചെയ്യുന്നുണ്ട്. 1893 ലാഹോർ സെഷൻ ഓഫ് കോൺഗ്രസ് ദാദാബായി നവറോജി. 1894 മദ്രാസ് ആൽഫേർഡ്. 1895 പൂനെ സെഷൻ ഓഫ് കോൺഗ്രസ് സുരേന്ദ്രനാഥ് ബാനർജിയാണ് പ്രിസൈഡ് ചെയ്യുന്നത്. 1896 കൽക്കട്ട സെഷൻ ഓഫ് കോൺഗ്രസ് റഹ്മത്തുള്ള സയാൻ. 1897 അമരാവതി സെഷൻ ഓഫ് കോൺഗ്രസ് C. ശങ്കരൻ നായർ ആണ്. 1898 മദ്രാസ് സെഷൻ ഓഫ് കോൺഗ്രസ് AM ബോസ് ആണ്. 1899 ലക്നൗ സെഷൻ ഓഫ് കോൺഗ്രസ് നമ്മുടെ RC ദത്താണ്. 1900 ലാഹോർ സെഷൻ ഓഫ് കോൺഗ്രസ് NJ ചന്ദ്രവർക്കർ. 1901 കൽക്കട്ട സെഷൻ ഓഫ് കോൺഗ്രസ് ദിൻഷോ എ വച്ച. 1902 അഹമ്മദാബാദ് സെഷൻ ഓഫ് കോൺഗ്രസ് SN ബാനർജി. 1903 മദ്രാസ് സെഷൻ ഓഫ് കോൺഗ്രസ് ലാൽ മോഹൻ ഘോഷ്. 1904 ബോംബെ സെഷൻ ഓഫ് കോൺഗ്രസ് ഹെൻറി കോട്ടൺ. ഇതെല്ലാ സെഷനും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ എന്ത് ചെയ്യാം, അറിഞ്ഞിരിക്കാം. 1905 ബനാറസ് സെഷൻ ഓഫ് കോൺഗ്രസ് ഇമ്പോർട്ടന്റ് ആണ്, ഗോപാലകൃഷ്ണ ഗോഖലെ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് 1906 നവറോജി പ്രിസൈഡ് ചെയ്തിട്ടുള്ള കൽക്കട്ട സെഷൻ ഓഫ് കോൺഗ്രസ് എന്നുള്ളത്. ഇത് രണ്ടും നമ്മുടെ ബംഗാൾ പാർട്ടീഷന്റെയും സ്വദേശി മൂവ്മെന്റ് ഒക്കെ സമയത്ത് നടക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് രണ്ടും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. 1907 സൂറത്ത് സെഷൻ ഓഫ് കോൺഗ്രസ്, അതും ഇമ്പോർട്ടന്റ് ആണ്. രാജ് ബിഹാരി ഘോഷ് ആണ് പ്രിസൈഡ് ചെയ്തിട്ടുള്ളത്. എന്താണ് 1907 സൂറത്ത് സെഷൻ ഓഫ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്നുള്ളത്, സൂറത്ത് സ്പ്ലിറ്റ് നടന്നിട്ടുണ്ടായിരുന്ന സെഷൻ ഓഫ് കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസ് സ്പ്ലിറ്റ് ആയിട്ടുള്ളത് ഈ ഒരു സെഷനിലാണ്. കോൺഗ്രസിലെ എക്സ്ട്രീമിസ്റ്റ് വിഭാഗവും മോഡറേറ്റ് വിഭാഗവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാവുകയും ഈ അഭിപ്രായ വ്യത്യാസം കാരണം എക്സ്ട്രീമിസ്റ്റുകൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു സെഷനാണ് 1907 സൂറത്ത് സെഷൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസിഡന്റ് നമ്മൾ എന്താണ് വിളിക്കുന്നത്, സൂറത്ത് സ്പ്ലിറ്റ് എന്നാണ് വിളിക്കുന്നത്. 1908 മദ്രാസ് സെഷൻ ഓഫ് കോൺഗ്രസ് രാജ് ബിഹാരി ഘോഷ് ആണ്. 1909 ലാഹോർ സെഷൻ ഓഫ് കോൺഗ്രസ് പ്രിസൈഡ് ചെയ്തിട്ടുള്ളത് മദൻ മോഹൻ മാളവിയാണ്. 1910 അലഹബാദ് സെഷൻ ഓഫ് കോൺഗ്രസ് വില്യം വെഡർബർൺ. 1911 കൽക്കട്ട സെഷൻ ഓഫ് കോൺഗ്രസ് റിഷാദ് നാരായൺ. നമ്മളോട് ചോദിച്ചിട്ടുള്ള 1912 ബങ്കിപ്പൂർ സെഷൻ ഓഫ് കോൺഗ്രസ് RN മുധോൽക്കർ. 1930 കറാച്ചി സെഷൻ ഓഫ് കോൺഗ്രസ് സയ്യിദ് മുഹമ്മദ്. 1940 മദ്രാസ് സെഷൻ ഓഫ് കോൺഗ്രസ് ഭൂപേന്ദ്രനാഥ് ബാസു. 1950 ബോംബെ സെഷൻ ഓഫ് കോൺഗ്രസ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ. 1916 ലക്നൗ സെഷൻ ഓഫ് കോൺഗ്രസ് AC മജുംദാർ. ഇതിലും ലക്നൗ സെഷൻ ഓഫ് കോൺഗ്രസിലുള്ള എന്താണ്,
വീണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ലക്നൌവിലാണ് നമ്മൾ സൂറത്തിൽ പിരിഞ്ഞു പോയിരുന്ന എക്സ്ട്രീമിസ്റ്റ് മോഡറേറ്റുകൾ വീണ്ടും കോൺഗ്രസിൽ ഒന്നിക്കുന്നത് ഈ ഒരു ലക്നൌ സെഷൻ ഓഫ് കോൺഗ്രസിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു യോജിപ്പ് താൽക്കാലികമായിട്ടെങ്കിലും അവർ ഒരുമിച്ച് നിൽക്കുന്നതും ഈ ഒരു സെഷൻ ഓഫ് കോൺഗ്രസിൽ വെച്ചിട്ടാണ്. ഇത് നമ്മൾ എന്താണ് വിളിക്കുന്നത്? ലക്നൌ പാക്ട് എന്നാണ് വിളിക്കുന്നത്. ലക്നൌ പാക്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഓക്കെ. ഇനി 1917 കൽക്കട്ട സെഷൻ ഓഫ് കോൺഗ്രസ് ആനി ബെസന്റ് ആണ് പ്രിസൈഡ് ചെയ്തത്. സോ ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് വരുന്നത് ഇവിടെയാണ്. ഫസ്റ്റ് ഇന്ത്യൻ വിമൻ വരുന്നത് 1925 കേട്ടോ. 1918 ഡൽഹി സെഷൻ ഓഫ് കോൺഗ്രസ് മദൻ മോഹൻ മാളവിയ. 1990 അമൃത്സർ സെഷൻ ഓഫ് കോൺഗ്രസ് മോട്ടിലാൽ നെഹ്റു. 1920 നാഗ്പൂർ സെഷൻ ഓഫ് കോൺഗ്രസ് സി വിജയരാഘവാചാരി. 1921 അഹമ്മദാബാദ് സെഷൻ ഓഫ് കോൺഗ്രസ് ഹക്കീം അജ്മൽ ഖാൻ. ആക്ച്വലി അന്ന് സി ആർ ദാസ് ആയിരുന്നു പ്രിസൈഡ് ചെയ്യേണ്ടിയിരുന്നത്. സി ആർ ദാസ് ജയിലിലായതുകൊണ്ട് ഹക്കീം അജ്മൽ ഖാൻ പ്രിസൈഡ് ചെയ്തു. 1922 ഗയ സെഷൻ ഓഫ് കോൺഗ്രസ്. ഇതും എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ഗയയിൽ ഒട്ടുമിക്ക ഇമ്പോർട്ടന്റ് ഈവൻ നടക്കുന്നുണ്ട്. ഒന്നെന്താണ്? സി ആർ ദാസും മോട്ടിലാൽ നെഹ്റുവും കോൺഗ്രസിന്റെ സെഷനിൽ തിരിഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ട് അവരൊരു പുതിയൊരു പാർട്ടിയൊക്കെ രൂപീകരിക്കുന്നുണ്ട്. അതാണെന്ത്? കോൺഗ്രസ് സ്വരാജിസ്റ്റ് പാർട്ടി. ഓക്കെ, സ്വരാജിസ്റ്റ് പാർട്ടി എന്നുള്ള ഒരു പേരിൽ ഒരു പുതിയൊരു പാർട്ടിയൊക്കെ അവർ രൂപീകരിച്ചു പോകുന്നുണ്ട്. മറ്റൊന്ന് ഗയാ സെഷൻ ഓഫ് കോൺഗ്രസിൽ നടന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ഇവന്റ് എന്നുള്ളത് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUCയുടെ ഫോർമേഷനെ കോൺഗ്രസ് ഫോർമലി വെൽക്കം ചെയ്തതും റാറ്റിഫൈ ചെയ്യുന്നതും ഈ 1922 ഗയാ സെഷൻ ഓഫ് കോൺഗ്രസിൽ വെച്ചിട്ടാണ്. ഓക്കെ. 1923 കാക്കിനാഡ സെഷൻ ഓഫ് കോൺഗ്രസ് മൗലാന മുഹമ്മദ് അലിയാണത് പ്രിസൈഡ് ചെയ്യുന്നത്. പിന്നെ 1924 ബെൽഗോൺ സെഷൻ ഓഫ് കോൺഗ്രസ് ആണ് മഹാത്മാഗാന്ധി പ്രിസൈഡ് ചെയ്തിട്ടുള്ള വൺ ആൻഡ് ഓൺലി കോൺഗ്രസ് സെഷൻ എന്നുള്ളത് 1924 ബെൽഗോൺ ആണ്. 1925 കാൺപൂർ സെഷൻ ഓഫ് കോൺഗ്രസ് സരോജിനി നായിഡു. ഹിയർ കംസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ പ്രസിഡന്റ് ഓഫ് കോൺഗ്രസ്. ഗുവാഹത്തി സെഷൻ ഓഫ് കോൺഗ്രസ് എസ് ശ്രീനിവാസ് അയ്യങ്കർ. 1927 മദ്രാസ് സെഷൻ ഓഫ് കോൺഗ്രസ് ഡോക്ടർ എം എ അൻസാരി. 1928 കൽക്കട്ട സെഷൻ ഓഫ് കോൺഗ്രസ് മോട്ടിലാൽ നെഹ്റു. 29 ലാഹോർ സെഷൻ ഓഫ് കോൺഗ്രസ് ജവഹർലാൽ നെഹ്റു. പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ ഒക്കെ വരുന്നത് ഇവിടാണ്. 1930 നടന്നില്ല. 31 കറാച്ചിയിൽ വെച്ച് വല്ലഭായ് പട്ടേൽ. 1932 ഡൽഹിയിൽ അമൃതരൻ സേത്ത്. 1933 കൽക്കട്ടയിൽ നെല്ലി സെൻഗുപ്ത. 1934 ബോംബെയിൽ രാജേന്ദ്ര പ്രസാദ്. 35 നടന്നില്ല. 36 ലക്നൌവിൽ ജവഹർലാൽ നെഹ്റു. 37 ഫെയ്സ്പൂർ ജവഹർലാൽ നെഹ്റു. 38 ഹരിപുര സെഷൻ സുഭാഷ് ചന്ദ്രബോസ്. അന്നാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഒക്കെ വരുന്നത്. 1934 ത്രിപുരി സുഭാഷ് ചന്ദ്രബോസ്. അന്ന് സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആവുന്നത് ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുണ്ടായ സ്ഥാനാർത്ഥിയായിരുന്ന ആരെ പരാജയപ്പെടുത്തിയിട്ടാണ്? പട്ടാഭി സീതാരാമയ്യെ പരാജയപ്പെടുത്തിയിട്ടാണ് ത്രിപുര സെഷൻ ഓഫ് കോൺഗ്രസിൽ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധി ബോസ് എന്ന് പറയപ്പെടുന്ന ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ടുള്ള ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു പുതിയൊരു പാർട്ടിക്ക് ഫൗണ്ടേഷൻ കൊടുക്കുകയും ചെയ്തു. 1940 രാംഗഡ് സെഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. 40 മുതൽ 46 വരെ കോൺഗ്രസിന്റെ സെഷനുകൾ നടക്കുന്നില്ല. ഒട്ടുമിക്ക ലീഡേഴ്സും എന്തായിരുന്നു? ജയിലിലായിരുന്നു, അറസ്റ്റിലായിരുന്നു. പിന്നീട് 1946 മീറത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. അത് പ്രിസൈഡ് ചെയ്തിട്ടുള്ളത് JB കൃപാലിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോറി, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ആരാണ് കോ പ്രൊട്ടക്ഷൻ കോൺഫറൻസിൽ പ്രിസൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ആരാണ്? ഗാന്ധിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 മാച്ച് ചെയ്യാനുള്ളതാണ്. ലിസ്റ്റ് 1 ലിയോണാർഡ് എ ഗോർഡൺ, കിച്ചികൂത്തി, സിസിർ കെ ബോസ്, കൃഷ്ണ ബോസ്. എന്താണ്? ഓതേഴ്സ് ആണ്. ഒരുപാട് ബുക്സിന്റെ ഓതേഴ്സ് തന്നിട്ടുണ്ട്. അവരുടെ ബുക്സും ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. ലിസ്റ്റ് ഉള്ളത് ബ്രദേഴ്സ് എഗനിസ്റ്റ് ദ രാജ്, എ ബയോഗ്രഫി ഓഫ് ഇന്ത്യൻ നാഷണലിസ്റ്റ്സ്, ശരത് ആൻഡ് സുഭാഷ് ചന്ദ്ര ബോസ്. ശരത് ആൻഡ് സുഭാഷ് ചന്ദ്ര ബോസ്. ലിസ്റ്റ് 2 സുഭാഷ് ചന്ദ്ര ബോസ് ആസ് ഐ ന്യൂ ഹിം. 3 INA Bhekon across India, a biography of Subhash Chandra Bose. Ittasar Sandhane. Correct ആയിട്ട് മാച്ച് ചെയ്തോളൂ. ഒരു 30 seconds തരാം.
ഓക്കെ, ഇത് തന്നിരിക്കുന്ന ഓർഡർ കറക്റ്റ് തന്നെയാണ് കേട്ടോ. ലിയനാർഡോ എ ഗോർഡന്റെ ബുക്ക് തന്നെയാണ് ബ്രദേഴ്സ് എഗൈൻസ്റ്റ് ദ രാജ്, എ ബയോഗ്രഫി ഓഫ് ഇന്ത്യൻ നാഷണലിസ്റ്റ്സ് ശരത് ആൻഡ് സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ളത്. കിറ്റി കുത്തിയുടെ ബുക്കാണ് സുഭാഷ് ചന്ദ്രബോസ് ആസ് ഐ ന്യൂ ഹിം. ശിശിർ കെ ബോസിന്റെ ബുക്കാണ് ഐ എൻ എ ബെക്കോൺ അക്രോസ് ഇന്ത്യ, എ ബയോഗ്രഫി ഓഫ് സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ളത്. കൃഷ്ണബോസിന്റെ ബുക്കാണ് വിത്താസർ സന്ധാനൻ. സോ ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഏത് വരും? A2 B4 C1 D3 വരൂല, A1 B2 C4 D3 വരൂല, A1 B2 C3 D4 എന്നുള്ളത്. അഥവാ ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ അതേ ഓർഡർ ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. ലിയനാർഡോ എ ഗോർഡൻ, ബ്രദേഴ്സ് എഗൈൻസ്റ്റ് ദ രാജ്, കിറ്റി കുർത്തി, സുഭാഷ് ചന്ദ്രബോസ് ആസ് ഐ ന്യൂ ഹിം, സിസിർ കെ ബോസ്, ഐ എൻ എ ബെക്കോൺ അക്രോസ് ഇന്ത്യ, ബയോഗ്രഫി ഓഫ് സുഭാഷ് ചന്ദ്രബോസ്, കൃഷ്ണബോസ്, വിത്താസർ സന്ധാനൻ. Next question. Given below are two statements. രണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2. സ്റ്റേറ്റ്മെന്റ് 1 according to R.C. Dutt, the home charges in 1901-1902 included the interest on debt and management of debt. Statement 2. According to Ramesh Chandra Dutt, R.C. Dutt, the home charges in 1901-1902 included the military charges including pensions. So ചോദ്യം എന്നുള്ളത് ഇത് ഏതുമായിട്ട് റിലേറ്റഡ് ചോദ്യമാണ്? ഡ്രെയിൻ ഓഫ് വെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. സോ നമ്മുടെ വെൽബി കമ്മീഷന്റെ മുന്നിൽ നമ്മുടെ ദാദാഭായ് നവറോജി ഇങ്ങനെ ഒരു പ്രസന്റ് ചെയ്യുന്നുണ്ട്, എന്ത് ഇങ്ങനെ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്നൊക്കെ. പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുന്ന എക്കണോമിസ്റ്റ് എന്നുള്ളത് രമേശ് ചന്ദ്ര ദത്ത് അല്ലെങ്കിൽ R.C. ദത്ത് ആണ്. അപ്പൊ R.C. ദത്ത് കുറച്ച് എന്തൊക്കെയാണ് ഇന്ത്യയിൽ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ഒരു എലമെന്റ് ആയിരുന്നു ഈ ഹോം ചാർജസ് എന്ന് പറയുന്നത്. ഈ ഹോം ചാർജസിൽ എന്തൊക്കെ പെടുന്നുണ്ട് എന്നുള്ളതാണ് ബേസിക്കലി ചോദ്യം. അപ്പൊ ഹോം ചാർജസിൽ എന്താണ് R.C. ദത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നൊക്കെ ഹോം ചാർജസിന്റെ അണ്ടറിൽ വരും. ഇന്ന ഹോം ചാർജസ് ഒക്കെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ റിസോഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് പകരമായിട്ട് എന്ത് വരുന്നില്ല? പകരം മണിയായിട്ടോ ഗൂഡ്സ് ആയിട്ടോ ഒന്നും ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള റിട്ടേൺ കിട്ടുന്നില്ല എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. In the light of the above statements, choose the most appropriate answer from the options given below. Both statement 1 and 2 are correct. Both statement 1 and 2 are incorrect. Statement 1 is correct. Statement 2 is incorrect. Statement 1 is incorrect, but 2 is correct. ഏതാണ് വരിക? Both statement 1 and 2 are correct എന്നുള്ളതാണ്. അഥവാ ഓപ്ഷൻ ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമ്മുടെ R.C. ദത്ത് മുന്നോട്ട് വെച്ച ഒരു ഹോം ചാർജസിൽ ഇൻട്രസ്റ്റ് ഓൺ ഡെബ്റ്റ്സും അതുപോലെ തന്നെ എന്തും വന്നിട്ടുണ്ട്, മിലിറ്ററി ചാർജസ് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് കോൺസിക്വൻസ് ഓഫ് ഡ്രെയിൻ ഓഫ് വെൽത്ത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഉണ്ടാക്കുന്നത്? ഒന്ന് കൗൺസിൽ ബിൽസ് ആണ്. കൗൺസിൽ ബിൽസ് മീൻസ് ഇന്ത്യയിൽ ഇവിടുത്തെ കൗൺസിൽ ബിൽസ് ലണ്ടനിൽ ഇന്ത്യൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. 2 ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പലിശയൊക്കെയാണ് ഇവിടുന്ന് പോകുന്നത്. നെക്സ്റ്റ് ഫോറിൻ ബാങ്കിങ് സർവീസസിലേക്കുള്ള ഹ്യൂജ് പേയ്മെന്റും ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. ലാസ്റ്റ് ഹോം ചാർജസ് ആണ്. ഇതിൽ ഹോം ചാർജസ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു കാറ്റഗറിയിൽ എന്താണ് ഹോം ചാർജസ് എന്ന് പറയപ്പെടുന്ന കാറ്റഗറിയിൽ ഒരുപാട് ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കണ്ടന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് അത്? ഒന്ന് സാലറീസ് ആൻഡ് പെൻഷൻസ് പെയ്ഡ് ടു ദ കമ്പനീസ് എംപ്ലോയി ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം ഏതൊക്കെയാണ് ഹോം ചാർജസിൽ പെടുന്നത് എന്നുള്ളത്. ഒന്ന് ഇംഗ്ലണ്ടിലെ കമ്പനിയുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറീസും പെൻഷൻസും അത് ഇന്ത്യൻ റിസോഴ്സസ് ഒന്നാണ് എടുക്കുന്നത്. അത് ഹോം ചാർജസിലെ ഒരു ചാർജാണ്. മറ്റൊന്ന് ബ്രിട്ടീഷ് സിവിലിയൻ ആൻഡ് മിലിറ്ററി പേഴ്സണൽ. ഇന്ത്യയിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ബ്രിട്ടീഷ് സിവിലിയൻസിനും അതുപോലെ തന്നെ ബ്രിട്ടീഷ് മിലിറ്ററി പേഴ്സണൽസിനും ശമ്പളം കൊടുക്കുന്നതും എന്താണ്? ഇന്ത്യൻ മണി ഉപയോഗിച്ചിട്ടാണ്. 3 കമ്പനി ഇംഗ്ലണ്ടിലെടുത്ത ലോൺസിന്റെ പലിശ എടുക്കുന്നതും എവിടുന്നാണ്? ഇന്ത്യൻ മണി ഉപയോഗിച്ചിട്ടാണ്. പിന്നെ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻസ്. കമ്പനിയിൽ ആരൊക്കെയാണോ ഷെയർ ഇട്ടിട്ടുള്ളത് അവരാണ് ഈ ഡിവിഡൻസ്, അവർക്ക് കൊടുക്കുന്ന ഒരു പ്രോഫിറ്റിന്റെ ഷെയർ ആണ് ഡിവിഡൻസ്. ഇത് കൊടുക്കുന്നതും എന്തുപയോഗിച്ചിട്ടാണ്? ഇന്ത്യൻ മണി ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ സ്റ്റോർ പർച്ചേസസ് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ബൈ ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ഫോർ ഇന്ത്യ ഫോർ ദ സിവിലിയൻ ആൻഡ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്സ്. ഇതിലൊക്കെ എന്തൊക്കെ വരും? പെൻഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ വരും.
സോ എന്താണ്, ഇതൊക്കെയാണ് ഹോം ചാർജസ്. എന്തൊക്കെയാണ്? സാലറീസ് ആൻഡ് പെൻഷൻസ് കമ്പനിയുടെ എംപ്ലോയീസ്, ഇംഗ്ലണ്ടിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കമ്പനിയുടെ എംപ്ലോയീസിന് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യയിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സിവിലിയൻ, മിലിറ്ററി, ബ്രിട്ടീഷ് പേഴ്സണൽസിന് കൊടുക്കുന്നതും, കമ്പനി ഇംഗ്ലണ്ടിൽ എടുത്ത ലോണിലുള്ള ഇൻട്രസ്റ്റും, കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻസും, കമ്പനിയുടെ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റൽ നീഡ്സിനും സിവിലിയൻ ഡിപ്പാർട്ട്മെന്റൽ നീഡ്സിനും നടത്തുന്ന പർച്ചേസിന്റെ എക്സ്പെൻസ് ഒക്കെ ഇന്ത്യൻ മണിയിലാണ് പോകുന്നത്. ഇതൊക്കെ ഹോം ചാർജസിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ. Who among the following are not the leaders of Indian National Army? Indian National Armyയുടെ ലീഡേഴ്സ് അല്ലാത്തവർ ആരാണെന്നുള്ളതാണ്. സോ ഓൾറെഡി INA പറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലെ. ലാസ്റ്റ് ക്ലാസ്സിൽ INA പറ്റി ഒരു ഡീറ്റെയിൽഡ് നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. രാജ് ബിഹാരി ബോസ് ആൻഡ് ക്യാപ്റ്റൻ മോഹൻ സിംഗ്, ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആൻഡ് സുഭാഷ് ചന്ദ്രബോസ്, പ്രീതം സിംഗ് ആൻഡ് ക്യാപ്റ്റൻ മോഹൻ സിംഗ്, പൃഥ്വി സിംഗ് ആസാദ് ആൻഡ് ഫനീന്ദ്രനാഥ് ഘോസ്. ആരാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡേഴ്സ് അല്ലാത്തവർ? എന്തായാലും ഇയാള് രണ്ടുപേരും, ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് INA ആദ്യം ഫോം ചെയ്തിട്ടുള്ളത്. ക്യാപ്റ്റൻ മോഹൻ സിംഗ് എന്ന് INAയുടെ നേതൃത്വം ഏറ്റെടുക്കുന്ന ആളാണ് രാജ് ബിഹാരി ബോസ് ആണ്. ഇവിടെ രാജ് ബിഹാരി ബോസ് എന്ന് INAയുടെ നേതൃത്വം ഏറ്റെടുത്ത ആളാണ് സുഭാഷ് ചന്ദ്ര ബോസ് എന്നുള്ളത്. സോ ഇത് രണ്ടും എന്താവില്ല, ആൻസർ ആയിട്ട് വരില്ല. പിന്നെയും ഇവിടെ എന്തുണ്ട്, ക്യാപ്റ്റൻ മോഹൻ സിംഗ് ഉണ്ട്, ഇതും ആൻസർ ആയിട്ട് വരില്ല. സോ INAയുടെ ലീഡേഴ്സ് അല്ലാത്ത ആൾക്കാരാണ് പൃഥ്വി സിംഗും ഫനീന്ദ്രനാഥ് ഘോസും ആണ്, അഥവാ ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സെഷനിൽ INA ബറ്റാലിയൻസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മണിപ്പൂരിൽ എത്തിയ ദിവസം, അല്ലെങ്കിൽ INA വീക്ക്, INAയുടെ ട്രയൽസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, INA എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അവിടെ നിങ്ങൾ നോക്കുക, അതുവഴി അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്നുള്ളത് പൃഥ്വി സിംഗ് ആസാദ് ആൻഡ് ഫനീന്ദ്രനാഥ് ഘോസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ നമ്മൾ യൂണിറ്റ് 9ന്റെ ഭാഗമായിട്ടുള്ള 10ഓളം ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു, ഹെൽപ്ഫുൾ ഫോർ യു, ആൻഡ് ഓക്കെ, ഹാപ്പി ലേണിംഗ്, കീപ് റിവൈസിംഗ്. താങ്ക് യു.